നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അശാന്തി അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. US സെൻട്രൽ കമാൻഡ് തങ്ങളുടെ കരസേനയെ മേഖലയിൽ വിന്യസിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചതോടെ ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ ഉടലെടുക്കാവുന്ന ഒരു വലിയ സൈനിക ഏറ്റുമുട്ടൽ ആസന്നമാണെന്ന ഭീതി ലോകമെങ്ങും പടർന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കം സുഗമമാക്കാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള ലോകരാഷ്ട്രങ്ങളുടെ കാത്തിരിപ്പ് വീണ്ടും നീളുന്ന കാഴ്ചയാണ് ഇവിടെ പ്രകടമാകുന്നത്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് സജീവമായിട്ട് നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലുകളൊക്കെ തന്നെ നടക്കുന്നത് സ്ഥിതിഗതികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ സൈനിക വിന്യാസം കേവലം ഒരു പ്രതിരോധ നീക്കമല്ലെന്നും മറിച്ച് നേരിട്ടുള്ള ഒരു കരയുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള സജ്ജീകരണമാണെന്നുമാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. കരയിലും കടലിലും ഒരേപോലെ പോരാടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച 5000-ഓളം മെറൈൻ സൈനികരെയാണ് അമേരിക്ക പുതുതായിട്ട് മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയായിട്ട് ആംഫിബിയൻ ഓപ്പറേഷനുകൾക്കായിട്ട് സജ്ജരായിട്ടുള്ള പ്രത്യേക വിഭാഗങ്ങളും രംഗത്തുണ്ട്. ഗൾഫ് മേഖലയിലെ 5-6 രാജ്യങ്ങളിലായിട്ട് നിലവിൽ തന്നെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന 10,000-ഓളം സൈനികർക്ക് പുറമെയാണ് ഈ പുതിയ സംഘത്തിൻ്റെ വരവ്. ഇത്രയും വലിയൊരു സന്നാഹം ഒറ്റയടിക്ക് വിന്യസിക്കപ്പെടുന്നത് അത് പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ സമുദ്രപാതകളിലെ സാന്നിധ്യവും അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. ഒമാൻ ഉൾക്കടലിൽ 2500-ഓളം മെറൈനുകളെ വഹിച്ചുകൊണ്ട് USS ട്രിപ്പോളി എന്ന കൂറ്റൻ യുദ്ധക്കപ്പൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. മേഖലയിലുള്ള മറ്റ് കപ്പലുകളുമായിട്ട് ചേർന്ന് ഒരു വലിയ നാവിക വ്യൂഹമാണ് അമേരിക്ക അവിടെ ഒരുക്കിയിരിക്കുന്നത്. സേനാ നീക്കങ്ങൾക്കായിട്ട് ഹെർക്കുലീസ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് സൈനിക വിമാനങ്ങൾ നിർത്താതെ പറക്കുന്നത് അത് റഡാറുകളിൽ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സൈനികരെയും അതോടൊപ്പം തന്നെ യുദ്ധസാമഗ്രികളെയും ഇത്ര വേഗത്തിൽ വൻതോതിൽ എത്തിക്കുന്നത് ലക്ഷ്യമിടുന്നത് അത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു കടന്നാക്രമണത്തെ തന്നെയാണെന്നാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ സംശയിക്കുന്നത്. മേഖലയിലെ ഈ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ തുർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ ഒത്തുകൂടി ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഇറാൻ നേരിട്ട് പങ്കെടുക്കാത്ത ഈ ചർച്ചകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും ആശങ്കകളും അമേരിക്കയുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. സൗദി അറേബ്യയും ഈജിപ്തും അറബ് ലോകത്തെ പ്രമുഖ ശക്തികളായിരിക്കുമ്പോൾ തന്നെ തുർക്കി ശക്തമായ ഒരു ഇസ്ലാമിക രാജ്യമെന്ന നിലയിൽ ഈ ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഈ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും അമേരിക്കയുടെ സേനാ വിന്യാസം സമാധാന ശ്രമങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലുള്ള ഭിന്നതകളും ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് താൻ മുന്നോട്ട് വെച്ച 15 സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചതായിട്ട് അവകാശപ്പെടുമ്പോൾ ഇറാൻ ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുമായി തങ്ങൾ നേരിട്ടുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ പ്രസ്താവനകൾ വെറും രാഷ്ട്രീയ തന്ത്രമാണെന്നും സമാധാനത്തിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നില്ലെന്നും ഇറാൻ കരുതുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വസനീയമായിട്ടുള്ള ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നത് അത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇറാൻ്റെ നിലപാട് തികച്ചും കർക്കശമാണ്. അമേരിക്ക ചർച്ചകൾ ഉപയോഗിക്കുന്നത് സമയം നേടാനാണെന്നും ഈ സമയം അവർ സൈനിക വിന്യാസത്തിനായിട്ട് ഉപയോഗിക്കുകയാണെന്നും ഇറാൻ ഇവിടെ സംശയിക്കുന്നുണ്ട്. മുൻപ് ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന 5 റൗണ്ട് ചർച്ചകൾക്ക് ശേഷവും അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങളെ ആക്രമിച്ച ചരിത്രം അവർ ഓർമ്മിപ്പിക്കുന്നു. ചർച്ചകൾ കേവലം ഒരു മറ മാത്രമാണെന്നും യഥാർത്ഥത്തിൽ തങ്ങളെ തകർക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യമെന്നും ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാൻ ഇറാൻ ഒട്ടും തയ്യാറല്ല. യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അത് കരയുദ്ധമായിരിക്കണം എന്നതാണ് ഇറാന്റെ താല്പര്യം. ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ തങ്ങൾക്ക് നേരിടുന്ന പരിമിതികൾ കരയുദ്ധത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. തങ്ങളുടെ മണ്ണിൽ വെച്ചുള്ള പോരാട്ടത്തിൽ അമേരിക്കൻ സൈനികർക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ തങ്ങൾക്ക് കഴിയുമെന്നും അത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ആയുധമാക്കാമെന്നും ഇറാൻ കണക്ക് കൂട്ടുന്നു. യുദ്ധത്തിൽ തടവിലാക്കപ്പെടുന്ന അമേരിക്കൻ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ ഒരു വലിയ വിലപേശൽ നടത്താമെന്ന തന്ത്രപരമായിട്ടുള്ള ചിന്തയും ഇറാൻ്റെ ഈ നിലപാടിന് പിന്നിലുണ്ട്. അമേരിക്കൻ സൈനികർക്ക് ഇറാൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അത്യന്തം ഭീകരമാണ്. തങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് കരയുദ്ധത്തിന് മുതിർന്നാൽ അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക്
ഭക്ഷണമാകുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജീവനോടെ ആരും തിരിച്ചു പോകില്ലെന്ന ഈ ഒരു താക്കീത് മേഖലയിലെ സംഘർഷത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ്. തങ്ങൾ യുദ്ധത്തിന് പൂർണ്ണ സജ്ജരാണെന്നും അമേരിക്കയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ തങ്ങളുടെ മണ്ണിലേക്ക് ഇറങ്ങി വരട്ടെ എന്നും ഇറാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഒരു ആക്രമണോത്സുക നിലപാട് അത് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തങ്ങളുടെ സൈനിക കരുത്തിലുള്ള വിശ്വാസം കൊണ്ടുകൂടിയാണ്. GCC രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ മറ്റൊരു തന്ത്രമാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ രാജ്യങ്ങളെ തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ ന്യായീകരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലെയും അതോടൊപ്പം തന്നെ UAEയിലെയും എണ്ണ സംഭരണികൾക്കും മറ്റു പ്ലാന്റുകൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ ആക്രമണങ്ങളിൽ ഇന്ത്യക്കാരടക്കം കൊല്ലപ്പെട്ടത് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതിലൂടെ അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് ഇറാൻ്റെ ലളിതമായിട്ടുള്ള യുക്തി. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഒരു വശത്ത് തങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ മറുവശത്ത് ഇറാൻ്റെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ തങ്ങളുടെ വികസനത്തെയും അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തെ സമാധാനത്തെയും തകർക്കുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ചേക്കാം. എന്നാൽ ഇറാൻ്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള തങ്ങൾക്ക് എന്നും ഈ ഒരു ഭീഷണി മുന്നോട്ടും നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ യുദ്ധത്തിന് ഗൾഫ് രാജ്യങ്ങൾ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. മേഖലയിലെ അസ്ഥിരത അത് ഭീകരവാദ സംഘടനകൾക്ക് വളരാനായിട്ട് അവസരം നൽകുമെന്ന ആശങ്കയും അവർക്കുണ്ട്. ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ ഏറെ അനിശ്ചിതത്വത്തിലാണ്. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ആണവശക്തി ഉപയോഗിക്കാൻ അവകാശമുണ്ടെന്നും എന്നാൽ അത് ആയുധ നിർമ്മാണത്തിന് അല്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. IAEA പോലെയുള്ള രാജ്യാന്തര ഏജൻസികളുടെയൊക്കെ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അവർ അറിയിച്ചിരുന്നെങ്കിലും ആ ചർച്ചകളുടെ നിർണായക ഘട്ടങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങൾ അത് എല്ലാ ധാരണകളെയും അട്ടിമറിച്ചിരിക്കുകയാണ്. വിശ്വാസമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ നടത്തുന്ന ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നാണ് ഇവിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നത്. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പശ്ചിമേഷ്യൻ യുദ്ധം ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അമേരിക്കയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനവികാരവും കണക്കിലെടുക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ ഒരു യുദ്ധം വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും അമേരിക്കൻ സൈനികർക്ക് നേരിടേണ്ടി വരുന്ന ആ ഒരു ജീവഹാനി അത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകും. എന്നിരുന്നാലും മേഖലയിലെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള തങ്ങളുടെ സഖ്യവും സംരക്ഷിക്കാൻ ഈ ഒരു യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം അമേരിക്കൻ ഭരണകൂടത്തിൽ ഇപ്പോഴുമുണ്ട്. ഹോർമസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം കൂടിയാണ്. തങ്ങൾ കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ലെന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്കൻ താല്പര്യമുള്ള കപ്പലുകൾക്ക് അവിടെ നിയന്ത്രണങ്ങളുണ്ട്. അതായത് ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള ഈ ഒരു പാത തടസ്സപ്പെട്ടാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. എണ്ണവില കുതിച്ചുയരാനും ഭക്ഷ്യക്ഷാമം ഉണ്ടാവാനും ഒക്കെ തന്നെ ഇത് കാരണമായി മാറും. ഈ ഒരു സാമ്പത്തിക സമ്മർദ്ദം ഉപയോഗിച്ച് ലോകരാഷ്ട്രങ്ങളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനാണ് ഇറാൻ ഇവിടെ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസക്കുറവാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ ഒരു മൂല കാരണമെന്ന് പറയുന്നത്. ഓരോ തവണയും സമാധാനത്തിനായിട്ട് കൈകോർക്കുമ്പോൾ മറുവശത്ത് നടക്കുന്ന ചതികളാണ് ഇത്തരത്തിൽ ഈ മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത്. 2026 ഫെബ്രുവരിയിൽ നടന്ന ആക്രമണങ്ങൾ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു എന്നത് ഇറാൻ്റെ സംശയങ്ങളെ തന്നെ ബലപ്പെടുത്തുകയാണ്. അമേരിക്കയുടെ ഓരോ നീക്കവും അത് തങ്ങളുടെ സൈനികമായിട്ട് വളയാനാണെന്ന് ഇറാൻ ഉറച്ച് വിശ്വസിക്കുന്നിടത്തോളം കാലം ഈ സമാധാന ചർച്ചകൾ ഫലവത്താകാനുള്ള സാധ്യത വളരെ കുറവാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു സ്ഫോടനത്തിൻ്റെ വക്കിൽ തന്നെയാണ്. കാരണം ഒരു വശത്ത് നയതന്ത്രജ്ഞർ സമാധാനത്തിൻ്റെയൊക്കെ തന്നെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ മറുവശത്ത് സൈനികർ അവിടെ യുദ്ധത്തിനുള്ള ആയുധങ്ങളൊക്കെ തന്നെ മിനുക്കുകയാണ്. അമേരിക്കയുടെ ശക്തമായ സേനാ വിന്യാസവും ഇറാൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഈ വെല്ലുവിളികളും ഒക്കെ തന്നെ ചേരുമ്പോൾ ആ മേഖലയെ കൂടുതൽ കടുത്ത പരീക്ഷണത്തിലേക്കാണ് നയിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ രണ്ട് ശക്തികൾക്കിടയിൽ എപ്പോഴാണ് ഒരു സമാധാനത്തിന് വെളിച്ചം തെളിയുക എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധത്തിൻ്റെ ആ ഒരു അലയൊഴികളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകാൻ ഇനിയും ഏറെ സമയമെടുക്കുമെന്നാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്.